24x7 ന്യൂസ് ടി വിയിലേക്ക് സ്വാഗതം. വരുന്ന 2026 കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി സംവിധാനങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വർഷമാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. 2 വർഷം കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതിയ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി എഴുതുമോ? അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിന് തടയിടുവാൻ കേരളത്തിലെ പ്രബല മുന്നണികൾ എടുക്കുന്ന മുൻകരുതലുകൾ, ഇവയൊക്കെ 24x7 ന്യൂസ് ടി വി ഇവിടെ ഇഴകീറി ചർച്ച ചെയ്യുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം. CPM-ഉം പിണറായി വിജയനും ഈ അടുത്ത കാലത്തായി കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾക്കെതിരെ നിരന്തരം നടത്തുന്ന പ്രസ്താവനകൾ, ഇതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയമില്ലേ? CPM പിണറായി വിജയനിലൂടെ ഇന്ന് തള്ളിപ്പറയുന്ന ഈ മുസ്ലിം സംഘടനകളുടെയൊക്കെ പിന്തുണ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM നേടിയെടുത്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള പ്രത്യുപകാരങ്ങൾ അപ്പോൾ തന്നെ CPM തിരിച്ചും ചെയ്തിട്ടുണ്ട്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഈ പ്രീണന നയം തിരിച്ചറിയുകയും വിശിഷ്യ കേരളത്തിലെ ഹൈന്ദവ സമൂഹങ്ങളിൽ പ്രബല സമുദായമായ ഈഴവ സമുദായം അവരുടെ വോട്ട് ബാലറ്റ് പേപ്പറിലൂടെ ഒരു പ്രതിഷേധമായി CPM-നെതിരെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തി എന്നുള്ള വാസ്തവം CPM-ഉം പിണറായി വിജയനും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതോടൊപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഭരണതലത്തിൽ LDF-ഉം പിണറായി വിജയനും എടുത്ത ഒരു തീരുമാനം വളരെ വ്യത്യസ്തമാണ്. അത് മറ്റൊന്നുമല്ല, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി 1000 കോടി രൂപ 3 പ്രാവശ്യമായി ശബരിമലയിൽ ചിലവഴിക്കുന്നതിനുള്ള ഒരു ഭരണാനുമതി ഭരണതലത്തിൽ CPM-ഉം LDF-ഉം നൽകിക്കഴിഞ്ഞു. ഒരു കാലത്ത് ശബരിമലയുടെ പവിത്രതയെപ്പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ വനിതകളെ ശബരിമലയിലേക്ക് അയക്കുവാൻ കൂട്ടുനിന്ന സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി 1000 കോടി രൂപ ചിലവഴിക്കാൻ പോകുന്നു എന്ന് നാം അറിയുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് AICC കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയുടെ രീതി പരിഷ്കരിക്കുകയും ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ KPCC പ്രസിഡന്റ് ആകണം എന്നും പ്രതിപക്ഷ നേതാവ് നായരാകുമ്പോൾ KPCC പ്രസിഡന്റായി അതേപോലെ മറ്റൊരു പ്രബല സമുദായമായ ഈഴവ സമുദായത്തിൽ നിന്നും സീനിയറായ ഒരാൾ എത്തണമെന്നും നിർബന്ധം പിടിക്കുന്നത്. അതാണ് അടൂർ പ്രകാശിനെ പോലെ സൗമ്യനും വളരെ പക്വമതിയുമായ ഒരു നേതാവിലേക്ക് അവരുടെ കണ്ടെത്തലുകൾ എത്തുന്നത്. കേരളത്തിലെ എല്ലാ പ്രബല സമുദായങ്ങളുടെയും പിന്തുണ ആർജിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുവാനും പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, പാലക്കാട് വീട് കയറിയിറങ്ങിയുള്ള അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചാരണത്തിന് വൻ ജനസമ്മതിയാണ് ഉണ്ടായത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധം ഒന്ന് മാത്രമാണ് ആറ്റിങ്ങൽ പോലെ UDF-ന് എന്നും ബാലികേറാമലയായിരുന്ന ഒരു മണ്ഡലം നിലനിർത്തി പോകുവാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ഒരു പക്ഷേ CPM-ഉം പിണറായിയും ഭൂരിപക്ഷ സമുദായങ്ങളെ അടുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തടയിടുവാൻ ശ്രീ അടൂർ പ്രകാശിലൂടെ UDF-ന് സാധിക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വളരെ ഗൗരവമേറിയ മറ്റൊരു വിഷയവുമായി നേരിൽ കാണുന്നതുവരെ 24x7 TV നന്ദി, നമസ്കാരം.